Guys, welcome back to my YouTube channel. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. ചെറിയൊരു സുഖത്തിന്റെ കുറവുണ്ട്. യാതൊരു സുഖമില്ല. അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതാ യാദപ്പനെ കാണാം നിങ്ങൾക്ക്. ഇതാ യാദപ്പൻ. ദതുമോനെ, ദതുമോനെ, ദതുമാ, ദതുമാ, എന്ത് പണിയെടുക്കുന്നേ? ഇതാ വരുന്ന കണ്ടോ ഗൈസ്, വരുന്ന കണ്ടോ? യാദൂട്ടിന് ഇതുണ്ടോ? യാദുവേ. അപ്പൊ യാദൂട്ടിന് ചെറിയൊരു കവക്കെട്ടും കാര്യങ്ങളും ഗൈസ്. അപ്പം അതിന്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പൊ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ ഗൈസ്, നമ്മള് കുറേ ആയി ഞാന് ലോങ് വീഡിയോ ഇട്ടിട്ട്. കാരണം സാഹചര്യ സന്ദർഭം ഒന്നും എനിക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത് കണ്ടോ, എഴഞ്ഞ് എവിടെ എത്തി നോക്ക് ഗൈസ്, എവിടെ എത്തി അവിടെ പോയി. ഇത് പിടിക്കാൻ വരുന്ന, അതിന്റെ മേലെ ഒരു ലൈറ്റ് ഉണ്ട്, അത് പിടിക്കാൻ വേണ്ടി വരുന്നേ ഗൈസ്. അൻവിന്റെ അപ്പുറത്തുണ്ട് ഗൈസ്, TV കാണുന്നുണ്ട്. ഞാന് ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വെച്ച് വന്നപ്പോ ഇത് രണ്ടും എന്റെ കൂടെ തന്നെ ഇങ്ങ് വന്നു ഗൈസ്. ദതുമ്മ ഉവ്വ പറഞ്ഞു എല്ലാരോടും, എല്ലാരും പാത്തിക്കണേ എനിക്ക് വേണ്ടിയിട്ട്, എല്ലാരും പാത്തിക്കണേ മഞ്ഞ്, എല്ലാരും പാട്ടിക്കണേ മഞ്ഞ് ഗൈസ്. പൊന്നോരെ പാറ്റ് ചെയ്ത് എന്റെ പൊന്നാരെ പാറ്റ, പൊന്നോരെ പാറ്റ് ചെയ്ത് എന്റെ പൊന്നാരെ പാറ്റ. അറിയോ ഗൈസ്, ഇതെന്റെ ജീവനാ ഗൈസ്, ഇതെന്റെ ജീവൻ, എന്റെ ജീവനും ജീവിതവും. ഓ ഹലോ ഗൈസ് പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല്, കുറേ നാളായി ഞാൻ വീഡിയോ എടുത്ത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സാഹചര്യ സന്ദർഭം ഒന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു കേട്ടോ. ഇവൻ ഭയങ്കര ഷാഡിയായിരുന്നു, അതുകൊണ്ടൊന്നും നടന്നില്ല ഗൈസ്. ഈ പണ്ടാര പൊട്ടൊക്കെ വെച്ചാല് എന്ന് ദിക്കിലേക്ക്, അത് ഫോണിൽ നോക്കുന്നോണ്ടാണോ എന്ന് അറിയില്ല ഗൈസ്. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതുകൊണ്ട് നല്ല വഴക്കായിട്ടുണ്ട് കേട്ടോ, നല്ല വഴക്കാക്കുന്നുണ്ട്. അപ്പൊ ഒന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല, എടുക്കൂ ഞാത്തെ എടുക്ക്. എന്നമ്മ വഴക്കാളി, എന്നമ്മ വഴക്കാളി, എന്നമ്മ വഴക്കാളി, എന്നും വഴക്കാളിക്ക് വേണ്ടേ? ആണ്ട് വേണ്ട വഴക്കാളിക്ക് ഒരു ഉമ്മണ്ട് ഗൈഷമേ, കൊന്ന്. പിന്നെ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു വ്ളോഗാട്ടോ. അതായത് നൈറ്റ് ടു നൈറ്റ്, അതായത് ഇന്ന് നൈറ്റ് മുതൽ എടുക്കുന്ന വീഡിയോ നാളെ നൈറ്റ് വരെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് എടുക്കും. എന്തൊക്കെ ഞാൻ ചെയ്തു എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ വീടില്ല, ഭയങ്കര മെസ്സായിട്ട് കിടക്കും കേട്ടോ. നീ എന്തെന്നാ പുറകും തന്നെ വരുന്നു. അപ്പൊ ഇന്ന് നൈറ്റ് മുതൽ നാളെ നൈറ്റ് വരെയുള്ള വീഡിയോ ആയിരിക്കും. വെറുപ്പിക്കൂല, പഠിപ്പിക്കൂല. ഒരു ലോങ് വീഡിയോ ഇടണ്ടേ, എപ്പോഴും ഷോർട്ട് ഇട്ട ശരിയാവില്ലല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. ഇപ്പൊ നൈറ്റ് ആയിട്ടുണ്ട്, ഏകദേശ സമയം 7:20 ആയിട്ടുണ്ട്. അപ്പൊ നാളെ ഒരു 7:30 വരെയുള്ള വീഡിയോ ആയിരിക്കും ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ വീഡിയോ ഡോണ്ട് സ്കിപ്പ്, ഓക്കെ? എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം, പറഞ്ഞേക്കാം. ഭീഷണിയല്ല കേട്ടോ, റിക്വസ്റ്റ് ആണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഇടുക. എന്തിനാ ഈ മടിക്കുന്നത്? കണ്ടിട്ട് പോകുമ്പോൾ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ഒരു കമന്റ് ഇടുന്നതിന് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമന്റ്, നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും ഒരു കമന്റ് എനിക്ക് ഇട്ട് തന്നൂടെ. അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ, അല്ലെങ്കിൽ വാവേനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന വീഡിയോ ഇട്, അല്ലെ അന്നേ വീഡിയോ ഇട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻകറേജ് ചെയ്യൂലേ. അപ്പൊ നിങ്ങള് എന്താ പറയണ്ട, സബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാരും, എന്നെയും എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്നവര്, എന്റെ ഫാമിലി ഇഷ്ടപ്പെടുന്നവര്, എന്റെ ഡയലോഗ് ഇഷ്ടപ്പെടുന്നവരെ ഒക്കെ കൂടി നമുക്ക് അടിച്ചു പിടിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ ഏം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാം, അത് വഴക്കാണ്, എന്തൊക്കെ ചെയ്യണം എന്നൊന്നും അറിയില്ല. ഭയങ്കര മെസ്സാണ്. ഉത്സവം കഴിഞ്ഞതിന് ശേഷം വീട് ഫുള്ള് മെസ്സായിരിക്കുക ഗൈസ്. അപ്പം ഉത്സവത്തിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരണ്ടേ? അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഗൈസ്. അപ്പൊ AC ഒക്കെ ഇട്ട് നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇപ്പൊ ചൂടിനൊരാശ്വാസം എന്ന് പറഞ്ഞ പോലെ AC കിട്ടിയോണ്ട് ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. കറണ്ട് ബില്ലൊക്കെ വന്നു, പക്ഷെ എങ്കിൽ കുറവാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് ഇട്ടിട്ട് കാര്യമില്ല, അടുത്ത പ്രാവശ്യം ഇട്ടാല്
എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റത്തുള്ളൂ. തുടങ്ങി ഗൈസ്, തുടങ്ങി. അപ്പം എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്, നമുക്ക് കണ്ടു നോക്കിയാലോ? നമുക്ക് ക്ലീനിങ് കണ്ടാലോ ഗൈസ്? എന്റെ തീരാത്ത ക്ലീനിങ് ആണെന്ന് വിചാരിക്കും. എന്നെ അറിയുന്നവർക്ക് അറിയാം, വൃത്തി കൂടുതലാണ്, വൃത്തി പണ്ടാരമാണ് തന്നെ വേണേ പറയാം. എല്ലാരും എന്നെ അങ്ങനെയാ പറയുന്നത്, വൃത്തിപ്പണ്ടാരെന്ന്. പക്ഷെ എനിക്കിപ്പോ യാതൂട്ടനും കൂടി ഉള്ളതുകൊണ്ടില്ലേ ഒരു തൃപ്തി ഇല്ല ഗൈസ്. സത്യം പറയുന്നതിന് എന്താ, എത്ര എടുത്താലും എനിക്ക് തൃപ്തി ആവുന്നില്ല. അപ്പൊ എനിക്ക് ആ തൃപ്തി വരണം. ഇനിയിപ്പൊ തൃപ്തി ആക്കിയേ തീരുള്ളൂ. ഫുള്ള് മെസ്സായിട്ട് കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഒന്ന് ഒതുക്കട്ടെ, എന്നിട്ട് എല്ലാം ഒതുക്കുന്നതൊക്കെ ചെറുപടേ കാണിക്കാം, വെറുപ്പിക്കാണ്ട് കാണിക്കാം ഗൈസ്. അപ്പൊ ലെറ്റ്സ് ഗോ. യാദപ്പനെ ഇഷ്ടമുള്ള, യാദൂട്ടൻ ചിരിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടെന്നല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാ അവന് ഇഷ്ടമുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം അവൻ ചിരിക്കുന്നത്. ഇപ്പൊ കാണാട്ടോ. യാദൂട്ടോ, യാദൂട്ടാ, അത്ര ചിരി വന്നിട്ട് അമ്മോ. പോട്ടെ ദാദുമ്മ പഞ്ചാര കണ്ടനാന്നേ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ഇവന്റെ സന്തോഷം എന്ന് പറയുന്നത്. ഇവൻ കരയാണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ ഞാൻ എടുക്കും. പിന്നെ അപ്പോ ഇതിനെ കാണുമ്പോൾ തിന്നാൻ തോന്നുന്നു ഗൈസ്, ഇതിനെ തിന്നാൻ തോന്നുന്നു എനിക്ക്. പിന്നെ അപ്പോ അവന്റെ പൊന്നനെ ഇതമ്മന് പൊന്നെ. വെള്ളം പറ്റ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇല്ലേ നല്ല പോലെ പൊടിയൊക്കെ ഉണ്ട് ഗൈസ്. ഈ പണ്ടാരത്തിന്റെ ഉള്ളിലൊക്കെ പൊടിയുണ്ട്. ഈ പണ്ടാരം ആദ്യം ഏടിങ്ങും കൊണ്ട് കളയണം. അതുപോലെ കണ്ട വൈപ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓലൊക്കെ കോപ്പ് എനിക്ക് ദേഷ്യം വരുന്നു. എത്ര വൃത്തിയാക്കിയാലും എനിക്ക് തൃപ്തിയാന്നില്ല. ഇത് കണ്ടോ, ഈ റൂമിലും കുറേ മെസ്സായിട്ടുണ്ട്. മെസ്സായിട്ട് പറഞ്ഞാല് ബെഡൊക്കെ ഓക്കെ ആക്കിയതാ. ഇപ്പൊ ഞാൻ എല്ലാം സെറ്റ് ആക്കിയതാ. ഇതിന്റെ ഉള്ളിലൊക്കെ തുറന്നായില്ലേ, എല്ലാരും വീടും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുത്തിയില്ലേ ഇവിടുന്ന് ഇതാ. അയ്യോ, എന്തോ TV കണ്ടോണ്ടിരിക്കായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ അവളോടൊന്ന് റെഡി ആവാൻ പറഞ്ഞതാ. ആ മൂലക്ക് കണ്ടോ എന്തൊക്കെയോ തുണിയുണ്ട്. ഈ ലൈറ്റ് ഇടുന്നോണ്ട് ചൂടാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഒന്നും അധികം ഇടാറില്ല കേട്ടോ. ലൈറ്റ് ഇട്ടാലുള്ള വ്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. കണ്ടോ, അവിടെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. എന്നാ ഇത്ര ക്ലീൻ ആക്കാനുള്ള നിങ്ങൾക്ക് തോന്നും, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കാൻ തോന്നും ഗൈസ്. ഇതാ അവിടെ കൊണ്ടോ, അവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇതുണ്ട് ടേബിളിന്റെ മേലെ ഞാൻ ഇത് വെക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടി എനിക്ക് എളുപ്പത്തിൽ അടിച്ചു വരാൻ പറ്റുമല്ലോ. ആ എളുപ്പത്തിന് അടിച്ചു വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ആക്കുന്നത്. ഇത് കണ്ട, ഇതിന്റെ മണ്ടക്കോട്ട് കണ്ട. ഇനി എന്തെങ്കിലും കയറാനുണ്ടോ നോക്ക് ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് മെസ്സായിട്ടിരിക്കുന്നതെന്ന്. ഇത് യാദുവിന്റെ നെബുലൈസർ ആട്ടോ. അവൻ ആവി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അത് വെച്ചിട്ടാണ് പിടിക്കാറ്. ഇതൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്. ഈ കുപ്പിയും ചപ്പിയൊക്കെ മാറ്റണം. പിന്നെ ഫ്രിഡ്ജിൽ എന്താണ് ഗൈസ്, ഫ്രിഡ്ജൊക്കെ ഞാൻ ഓൾറെഡി നല്ല നീറ്റിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എൻ്റെ ഫ്രിഡ്ജ് കണ്ടിട്ടില്ലല്ലോ, ഇതുണ്ടോ? അതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. ഇത് ഫ്രീസറാണ്. ഇത് ഫുള്ള് ഫ്രീസർ, ഇത് ഫുള്ള് ഫ്രിഡ്ജാട്ടോ. ഫ്രീസറിൽ വലിയ വീട്ടിൽ ചിക്കൻ മീനൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ പിന്നെ ഒന്നുമില്ല ഗൈസ്. ഇതെന്തോ പിള്ളേര് കൊണ്ടുവച്ച എന്തോ വെറും കാലിക്കുപ്പിയാണ് ഗൈസ്. അപ്പോൾ ഒരു പാലുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഞാൻ കുറച്ച് ഐറ്റം ഒക്കെ ഇങ്ങനെ മേടിച്ച് വെക്കും ഗൈസ്. ഇനി പ്രശ്നമില്ലല്ലോ, ഒന്നുമില്ല ഗൈസ്. അടിയിലത്തെ തട്ടിൽ പച്ചക്കറി, കുറച്ച് ഫ്രൂട്ട്സ് അതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ട്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. വലിയ ഫ്രിഡ്ജ് ഉണ്ടെന്നേ ഉള്ളൂ. അടുക്കള ഇവിടെ എന്താണ് മെസ്സായിട്ടിരിക്കുന്നത്? നിങ്ങൾ ഇതിൽ കാണുമ്പോൾ ഒന്നും മെസ്സായിട്ട് കാണില്ല, പക്ഷേ സത്യം പറഞ്ഞാല് കയ്യിൽ പൊടിയുണ്ട് ഗൈസ്. ഇത് കണ്ടോ ഈ പൊടിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടുന്ന് വരുന്നതാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നല്ല പൊടിയാണ്. ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇത് കണ്ടോ, ഇതൊക്കെ പൊടിയാണ്. ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ആക്കണം ഗൈസ്. ഒറ്റ നോട്ടത്തിലൊന്നും കാണാൻ പറ്റൂല നമുക്ക്, പക്ഷെങ്കിൽ കുറച്ച് പണിയുണ്ട് ഗൈസ്, കുറച്ച് പണിയുണ്ട്. പിന്നെ എനിക്ക് പറമ്പൊന്ന് വൃത്തിയാക്കണേ. അയ്യോ, ഈ വെള്ളം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ ഓഫാക്കിയിട്ടില്ലല്ലേ ഡി കുഞ്ഞാറ്റെ. കരണ്ടടുപ്പിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് മെസ്സാണ്, അടുക്കളയൊക്കെ കുറച്ച് മെസ്സാണ്. ഇനി ഇതൊന്ന് ക്ലീൻ ആക്കണം. കറിയുണ്ട്, ചോറാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഗൈസ്. ആ കാണുന്നതാണ് ഗൈസ് എൻ്റെ ചേച്ചീൻ്റെ വീട്. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ദിവസമല്ല, പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. സിബിയേട്ടൻ എന്തോ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. കാണിച്ചത് സൂം ചെയ്യാൻ പറ്റുമോ? പറ്റും കണ്ടോ, പക്ഷെ ക്ലാരിറ്റി കുറയും. ഓയ് സിബിയേട്ടാ, കൈവൊക്കി ഒന്നേ.
ഹലോ ഗൈസ്, കണ്ടോ ഗൈസ്, അതാണ് ഷിബിയേട്ടൻ. ഓക്കെ ഓക്കെ, ആ ഷിബിയേട്ടൻ ഇതെങ്കിൽ ചേച്ചീൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സേട്ടൻ എന്ന് തന്നെ പറയാം. അങ്ങനെയല്ലേ, ഇതെല്ലാം കൊണ്ട് ഇത് യാതൊരു കളിപ്പാട്ടാ ഗൈസ്. അതെല്ലാം എടുത്ത് മേലെ കൊണ്ട് ചാടണം. മേലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബോധം കെട്ട് വീഴും, അതുപോലെ ആയിട്ടുണ്ട്. ഇതാ എൻ്റെ സൽപുത്രി അൻവിതാദിലേപ്പ്. പൊട്ടുകുത്താൻ പറഞ്ഞില്ലേ നിന്നോട്? ആ പൂജാ റൂം കണ്ട ഗൈസ്, വിളക്ക് വെച്ചിട്ട് ഇരുത്തി എന്ന പണിയെടുത്ത് നോക്ക്. എന്റെ കൈ എല്ലായിടത്തും എത്തണം. അങ്ങോട്ട് അടയാനാ പറഞ്ഞേ. ആ വെരി ഗുഡ്. അന്ത ഭയം ഇറുക്കണം എപ്പോഴും. വെറുതെ ഗൈസ്, ഓട്ടോമാറ്റിക്കലി അടിയും. അത് തെണ്ണയിലെ ചവിട്ടിയൊക്കെ എടുത്തിടാനുണ്ട്, എല്ലാം ചെയ്യാനുണ്ട് ഗൈസ്. ഭയങ്കര മടിയാ പാലപ്പുഴയ്ക്ക് പോയി വന്നിട്ട്. ഈ ചാമ്പ കായ്ച്ചു തീരൂലേ നമ്മു. കായ്ക്കായിട്ടായിരുന്നു ആദ്യം പരാതി. ഇപ്പൊ നോക്കുമ്പോ ഒരേ കായ്ക്കലാന്ന്, തിന്നാനും പറ്റൂലെന്ന് പറഞ്ഞ പോലെ നിറച്ചുണ്ട്. കാണുന്നുണ്ടോ വെള്ള 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 വെള്ള? ആ ഒന്നുമില്ലടാ, ഓടിക്കോ. ഇല്ല എടുക്കൂല, ആരും എടുക്കൂല. കണ്ട നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ഇത് പനിനീർ ചാമ്പിയാട്ടെ. ഈ പണ്ടാരത്തിൽ എപ്പോഴാമോ ആവുക. ഇത് പറഞ്ഞ പോലെ ആവും നോക്കി നിന്നിട്ട് ലാസ്റ്റ് ഇല്ല കിട്ടൂല, ഇരുടാതെ വെച്ചോ. അപ്പുറത്ത് സഹിച്ചേച്ചിയുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോന്റെ മുമ്പിൽ വരെ മരണപ്പേടിയ. അന്റെ കൃഷ്ണ മൂപ്പര്. ഇനി ഞാനില്ലേ ഇങ്ങനെ എടുത്തു നടന്നാൽ ശരിയാവൂല. എനിക്ക് പണിയുണ്ട്, ആ പണിയെടുക്കട്ടെ. പണിയെടുക്കുന്നെല്ലാം കുറേശ്ശെ കാണിച്ചു തരാം. എടുക്കണമെന്നെല്ലാം വിചാരിച്ചേ ഗൈസ്. നോക്ക്, കുഞ്ഞാറ്റ കുളിക്കാൻ പോയി. അപ്പം ഓൺ ഡ്യൂട്ടി എനിക്ക് തന്നെ കിട്ടി. ദതുമ ഇങ്ങ് വാ, ഇവിടെ വാ. ദതുമേന്റെ കളിയാ കേട്ടോ, ഭയങ്കര കളി. ഇങ്ങ് വാ, അങ്ങോട്ട് ഉരുണ്ട് പോവേ നീ. ഇരിക്കാൻ തുടങ്ങി ഗൈസ്, ഇതിന്റെ പ്രകടനമാണ്. ഇങ്ങ് വാ, അങ്ങേ അറ്റത്തെത്തി നമ്മള്. ഇങ്ങ് വാ, ഇവിടെ വാ. ഇതെടുത്തേ വന്നിട്ട് എസിന്റെ റിമോട്ട് എടുത്തേ. ദതു എസിന്റെ റിമോട്ട് ഇതൊക്കെ ഇതെടുത്തേ വന്നിട്ട് ബായോ. മുട്ടയിലും വരും ഗൈസ്. എന്നാ റിമോട്ട് എടുത്തേ വന്നിട്ട്. റിമോട്ട് റിമോട്ട് ദതുമോ ഓണ്ടും കോടിയാണ് അവിടെ പോഞ്ഞുള്ളത്. ഡെങ്കിട് പ്രോത്സാഹനെ അമ്മ തരും. അമ്മ വരും. പറ്റും യാതൂട്ടാ, പറ്റും യാതൂട്ടാ. പോരട്ടെ ഗായ്സ്. ഇരുന്ന് കാണിക്കേ ദതുമാ. എങ്ങനെ ഇരിക്കും നമ്മള്? ആ മതി, അവിടെ ഇരുന്നോ. അങ്ങനെ ഇരുന്നോ മതി, പോട്ടെ. മതി, തളഞ്ഞു കുട്ടി. അതില്ലേ നിക്കറിട്ട് കൊടുത്തോണ്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. ദേഷ്യം വരുന്നുണ്ട്. ബാ അമ്മ എടുക്കാൻ ബാ. ഓ തൊമയാ ഗൈസ്, എന്റെ ദൈവമേ. തളന്ന് ഇനി കുറച്ചുനേരം അങ്ങനെ കിടക്കും ഗൈസ്. എന്തുമ്മ, എന്ത് പച്ചന എന്താ? ബാ അമ്മേന്റെ കൂടെ പോ. അമ്മേനെ കൂടെ കിടന്നു. ബാബദാച്ചി എങ്ങനെ ബാബദാച്ചുവാ? പറ്റിയുണ്ട് ഗൈസ്. എങ്ങനെ പോന്നേ? ഞാൻ കിടന്ന ഓക്കെ ഗൈസ്, കുഴപ്പമൊന്നുമില്ല, കളിച്ചോളൂ. എത്രത്തോളം കിട്ടുന്നുണ്ടെന്നൊന്നും അറിയില്ല ഗൈസ്. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് പ്രശ്നം പുള്ളിക്ക്. എനിക്ക് കുറേ തുണി അലക്കാനുണ്ട്, മടക്കാനുണ്ട്. ഇവൻ പല്ലടിച്ചു പോയി ഗൈസ്, പല്ലടിച്ചു പോയി. അതുട്ടാ എന്താ വേണ്ടേ? ഓള്ളമ്മ പല്ലടിച്ചു പോയതാണോ? ഒന്ന് പറ്റിയ കുട്ടിക്ക് അമ്മ എടുക്കാം. ബാ എടുക്കട്ടെ ഗൈസ്, ഇവനെ ഞാൻ എടുക്കട്ടെ. ഓ ഇല്ല നീ കുളിച്ചിട്ടില്ല. അവളില്ലേ കുളിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ആ കുഞ്ഞാൻ്റെ അവളുടെ കയ്യിൽ കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. ചോറ് വെച്ചിട്ട് ഗൈസ്, കറിയുണ്ട്, ചോറ് വെക്കണം. അപ്പൊ അൻപീൻ്റെ കയ്യിലെ ഫോൺ കൊടുത്തിട്ടില്ല. എങ്ങനെയാവോ എന്തോ, അവളെ വിശ്വസിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റേഷനറി ആയതുകൊണ്ട് വേഗം ആവും ഗൈസ്. ഒരു പാത്രം നിറച്ചുകൊണ്ട് ഞാൻ എന്നിട്ട് ബാക്കി വന്ന അരി ഇതിൽ
ഇതിലിട്ട് വെച്ചിരിക്കാം. ഗ്ലാസ്സിലാണ് ഗൈസ് എടുക്കുക. അത്രയും വേണ്ട ഈറ്റുകളൊന്നും തിന്നൂല. കുറച്ച് വെച്ചിട്ട് വെക്കാം ഗൈസ്. റേഷൻ അരി ആയതുകൊണ്ട് വേഗം വേഗം നമുക്ക് കഴുകാം. ഗ്യാസിലോ കരണ്ടടുപ്പിലോ വെക്കും കേട്ടോ. ഞാൻ കറി ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. ഇനിയിപ്പം എല്ലാവരും ചിലപ്പം വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടായിരിക്കും അരി എടുപ്പത്തിടുക. ഞാൻ നേരെ തിരിച്ചിട്ടാണ് കറി. ഞാൻ ഇങ്ങനെ പാത്രത്തിൽ തന്നെ അരി എടുക്കും. എന്നിട്ട് നല്ലപോലെ 3-4 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ അടുപ്പത്തോട്ട് നിറച്ചുമല്ല പാകത്തിന് അരി വേകാൻ പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് അടുപ്പത്തോട്ട് വെക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ തിളപ്പിച്ച് അതിൻ്റെ അകത്ത് പിന്നെ അരി കഴുകി അത് ചൂടാകുമ്പോഴത്തെ ഒന്നും എനിക്ക് താല്പര്യമില്ല ഗൈസ്. എങ്ങനെയായാലും നല്ല വൃത്തിക്ക് അരി കഴുകും, അത് മാത്രം വേറെ കാര്യം. അരി കഴുകി നല്ലപോലെ അടുപ്പത്തോട്ട് വെച്ച് 2 തള തിളക്കുമ്പോഴത്തേക്കും റേഷൻ അരി റെഡി ഗൈസ്. അപ്പപ്പ വെച്ച് തിന്നുന്നതായിരിക്കും നല്ലത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം കിട്ടിയിട്ട് ഒരു ഇടുക്കൽ വരുന്നുണ്ട് റേഷൻ അരിക്ക്. ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല. ഇടയ്ക്ക് ചൂട് ഇടയ്ക്ക് മഴ അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ ഇടകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ മേലോട്ട് വരും. നെല്ലെല്ലാം കുറവാണ് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഈ അരി കഴുകി അടുപ്പത്തോട്ട് വെക്കട്ടെ. കറി ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. രാവിലെ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിക്ക് ഞാൻ മസാലക്കറി പോലെ ഉരുളക്കിഴങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാലൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഓംലേറ്റും കൂടി അടിക്കാം ഗൈസ്. ഓംലേറ്റും അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളി അത് മതി ഗൈസ്. വെറുതെ കാർബോഹൈഡ്രേറ്റ് അടിച്ച് കയറ്റരുത്. ഞാനിപ്പോൾ നല്ലപോലെ മെലിഞ്ഞു എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഗൈസ്. മെലിഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ഇടും. എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് എടുക്കണം മെലിഞ്ഞോ ഇല്ലയോ എന്ന്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അധികം അടിച്ച് കയറ്റണ്ട ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ ഒന്നും ചെയ്യാൻ വിടുന്നില്ല ഗൈസ്. ഇവൻ പഴം കൊടുക്കട്ടെ. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. ഇങ്ങനെ ഉറക്കിയിട്ട് വേണം ബാക്കി കാര്യം. കുറുക്ക് രാത്രിയിൽ കൊടുത്തിട്ട് ഇന്നലെ കൊടുത്തിട്ട് തിന്നുന്നില്ല. അപ്പം ഞാൻ വെച്ചൊന്ന് പഴം കൊടുത്തോക്കാം. പുഴുങ്ങിയിട്ട് തിന്നുന്നില്ല ഗൈസ്. സത്യം പറഞ്ഞാലില്ലേ, വേവിച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പുഴുങ്ങിയത് ഒരു തരത്തിലും കിടന്നിട്ട് കുടിക്കൂല, ഇരുന്നിട്ട് തിന്നൂല എന്നുള്ളൊരു അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തിന്നുന്നുണ്ട്. അപ്പോൾ അന്നേരം വെച്ചു എങ്ങനെയായാലും വയറ്റിലോട്ടല്ലേ പോകുന്നേ, കുഴപ്പമില്ല. അങ്ങനെ ഞെക്കി എല്ലാ രീതിയിലും കഴിക്കട്ടെ ഗൈസ്. നമ്മൾ കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒന്നും ഇവിടെ ശരിയാവൂല. കുറേ നോക്കണം, പക്ഷെ നോക്കണ്ടെന്നല്ല, പക്ഷെങ്കിൽ കുറേ ഒന്നും നടക്കൂല, അൺസക്സസ് ആവും. ഓഹ്, അത് അവൻ്റെ ബുക്കാണ് ഗൈസ്. അത് തച്ച് പൊളിച്ചിടുന്നു. നേരത്തെ ഒരു തുണി ഇട്ടിട്ടില്ലെങ്കിൽ മൊത്തമാക്കും. എ സിക്കകത്ത് നിറങ്ങിയാൽ ഇതാണ് എൻ്റെ അവസ്ഥ. ഇതെല്ലാം ഞാൻ ഇതുണ്ടോ കയർത്തതാ, നനഞ്ഞതല്ല. എ സിക്കകത്ത് ഇവന് നല്ലോണം തണുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതും പോവാത്തത്. കഴിക്കില്ല ബുക്ക് കഴിപ്പിച്ചിട്ടില്ല. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമില്ലേ യാതൊട്ടും ഞാൻ പഴം കൊടുത്തതിന് ശേഷം വാഷ്റൂമിൽ പോയി എല്ലാം ക്ലീനാക്കി അവനെ കുളിപ്പിച്ച് അവന് മരുന്നൊക്കെ കൊടുത്ത് ഞാൻ കേട്ടോ. അതെല്ലാം കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ യാതൊട്ടനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല ഉറക്കം, ക്ലാരിറ്റി കുറവായിരിക്കും ഗൈസ്. യെസ്, അപ്പം യാതൊട്ട് നല്ല ഉറക്കം കേട്ടോ. ഇനി എനിക്ക് അടിച്ചു വാരണം ഗൈസ്. അപ്പോൾ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഞാൻ ചൂലക്കയുടെ റൂം കൊണ്ട് വെച്ചിട്ടുണ്ട്. 9:30 എനിക്ക് നാളെ യാതൊരു സുഖമില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം എനിക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. സ്കൈ ഹോസ്പിറ്റൽ, സ്കൈ അല്ല സഹാനിയിലേക്ക് മാറ്റിയിട്ടുണ്ടത്. അപ്പം 11 മണിക്കത്തെ ടോക്കനാണ് കിട്ടിയിരിക്കുന്നത്. കാണിക്കണം പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് മെസ്സാക്കി ഇടാൻ താല്പര്യമില്ല. കുറച്ചൊന്ന് വൃത്തിയാക്കട്ടെ. അടിച്ചു വാരിയിട്ട് ബാക്കി പോർഷൻസൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ.
ഗായ്സ് ഞാൻ അടിച്ചുവാരി കഴിഞ്ഞു. അത് കഴിഞ്ഞ് യാദൂട്ടൻ എണീറ്റു. എന്റെ കുളി വരെ കഴിഞ്ഞു ഗൈസ്. ബനിയും കൊണ്ടില്ലേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ബ്ലോഗ് എടുക്കാനാവൂല ഗൈസ്. എന്റെ അമ്മ ഒന്നും ചെയ്യാനാവൂല ഗൈസ്. ഇത് കണ്ടോ കളിക്കുന്ന കളി. ഇവനെ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. ഞാൻ പറഞ്ഞില്ലേ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഷാഢ്യം ഗൈസ്, ഭയങ്കര ഷാഢ്യം. നമ്മള് ഉറക്കം വരുന്നില്ല, പക്ഷെ ഉറങ്ങണം. ഇപ്പൊ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. 11:30 സമയമുണ്ട്. ഞാൻ അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്തു. ഇനി തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. മേലെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, താഴെ മൊത്തം ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളെല്ലാം കത്തിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ചു കഴിയുമ്പോഴാണ് യാദൂട്ടൻ എണീറ്റത്. യാദൂട്ടൻ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല, നിൽക്കുന്നില്ല. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ എൻ്റെ വേറൊരാളെ കയ്യിൽ നിൽക്കില്ല, എടുത്തിട്ട് പോയിട്ട് തന്നെ കുളിച്ചു കേട്ടോ. ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ നിർത്തിച്ചിട്ട് ഞാൻ കുളിച്ചു. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇതാ കിടക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. ഉറക്കിയിടുമ്പോ കിടക്കുന്നില്ല. എങ്ങനെയുണ്ട്? പിച്ച പിച്ച വന്നേ. പിച്ച പിച്ച എങ്ങനെ? പിച്ച പിച്ച അങ്ങനെ പിച്ച 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 വെച്ച എങ്ങനെ പിച്ച വെക്കുക? ജലദോഷത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗായ്സ്. പിച്ച അമ്മേലിത് വന്നേ. ലൈറ്റ് എന്നാ പിടിക്കേ, ലൈറ്റ് പിടിക്കേ, പിടിക്കേ, പിടിക്കടാ, പിടിക്കേ. പിടിക്കടാ, ആരാടാ നോക്കി ചിരിക്കുന്നേ? അവിടുന്ന് ഒരാള് നോക്കി ചിരിക്കുന്നുണ്ട് ഗൈസ്. അത് കുഞ്ഞേച്ചിയുണ്ട്, ഇവന്റെ കുഞ്ഞേച്ചി. കുഞ്ഞു ഇരുന്നിട്ടുണ്ട് ഗൈസ്. കണ്ടു ഗൈസ്, കിടന്നു ഗൈസ്. ഒന്നുകൂടി കാണിച്ചു തരാം. കിടന്ന് പുതപ്പിന്റെ ഉള്ളിൽ പോയി. വേണ്ട ഞാനിനി വെക്കൂല. അപ്പൊ ഗൈസ് രാത്രിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതന്നെയാണ് എന്റെ റൊട്ടി എന്ന് പറയുന്നത്. റൊട്ടിയും ബ്രെഡും. ഞാൻ കിടക്കാൻ പോവാ ഗൈസ്. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കട്ടെ. ഉറക്കിയിട്ട് അതിപ്പോ കിട്ടുന്നുണ്ടോ? ഞാനും കിടക്കട്ടെ ഗൈസ്. രാവിലെ കാണാം ഗൈസ്. 12:30 സമയം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12:30. ഇതാണ് അവസ്ഥ. ഇനി 2 മണി വരെ ഇതന്നെയായിരിക്കും എൻ്റെ അവസ്ഥ. കാണുന്നവർക്ക് ഞാൻ രാവിലെ 10 മണി വരെയൊക്കെ കിടക്കുന്ന കാണാം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇതാണ് അവസ്ഥ. ഇനിയിപ്പം 2 മണി വരെ ഇങ്ങനെ കുത്തിയിരിക്കണം. ഇങ്ങനെയാണ് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടത്തിയാല് ഭയങ്കര ബഹളമായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഉറക്കും. അത് ഒരു സൈഡ് ചെരിഞ്ഞിട്ടേ കിടക്കാനും പറ്റത്തുള്ളൂ. അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ ഒന്നും നടക്കൂല. കണ്ടവർക്ക് മാത്രമേ അറിയൂ, അല്ലെ ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പല മക്കളും പല ടൈപ്പാണ്. എനിക്ക് 2 മക്കളുണ്ടായിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സത്യം പറയുന്നതിനെന്താ, എല്ലാവരും ചോദിക്കും 2 മക്കളെ ഉണ്ടാക്കിയപ്പോൾ 2 മക്കൾ ഉണ്ടായപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ, അവരെ നീ വളർത്തിയതല്ലേ. പക്ഷെ സത്യമായിട്ട് അവരെ പോലെ അല്ല ഇവൻ. അത് കണ്ണുകൊണ്ട് കാണുന്നവർക്കും അനുഭവിച്ചവർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ എപ്പോഴാണ് കിടക്കാൻ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വളർത്തൽ തന്നെ, വേറെ വഴിയില്ലല്ലോ. നല്ല കരച്ചിലായിരുന്നു ഗൈസ്, നല്ല കരച്ചിലാണ്. കവക്കെട്ടിന്റെയാണ്, വേറെ ഒന്നുമല്ല. എഴുന്നേറ്റാല് പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് രാവിലെ കാണാം കേട്ടോ. മോർണിംഗ് ഗൈസ്. സമയം 9:30 ആയി. 9:30 അല്ല, 10 മണി ആയിട്ടുണ്ടാവും. രാത്രി യാതൊരു ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്. എൻ്റെ കണ്ണിങ്ങൾക്ക് കണ്ടാൽ തിരിയുന്നുണ്ടോ എന്നറിയില്ല. ഉറക്കം തലേൻ്റെ പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ വേദന എടുക്കുന്നു. ഉറങ്ങാൻ പറ്റുന്നേയില്ല. യാതൊട്ടം ഭയങ്കര കരച്ചിലായിരുന്നു, സീനായിരുന്നു. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. നല്ല അടിപൊളിയായിട്ട് വ്ലോഗ് എടുത്ത് വന്നതാണ്.
രാത്രി 3 മണിക്കും 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് കരച്ചിലായിരുന്നു യാതൊരു ദേഷ്യമൊക്കെ വന്നിട്ട് എനിക്ക് ഉറങ്ങായിട്ടാണെന്നൊന്നും അറിയില്ല, തല വിങ്ങി പൊട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് വേദന എടുക്കുന്ന പോലെ ഇതിൻ്റെ പുറകുന്ന് എനിക്ക് വേദന എടുക്കുന്ന. ഇപ്പം 11 മണിക്കത്തെ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട്, 10 മണിയായി. എനിക്കറിയില്ല ഇനി എങ്ങനെ ഓടിപ്പാഞ്ഞ് അതിൽ എത്തുവാന്ന്. ഒന്നും നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ചായയും കുടിച്ച് മാറ്റിയിട്ട് പോവാൻ നോക്കുന്നത്. യാതുവിനെ കാണിച്ചിട്ടില്ല, ശരിയാവില്ല ഗൈസ്. തലവേദന, ഭയങ്കര തലവേദന ഗൈസ്. നല്ല മഴയായിരുന്നു തോന്നുന്നു ഇന്നലെ. നമ്മളെ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല. നല്ല മഴയായിരുന്നു തോന്നുന്നു, നല്ല മഴയുണ്ട്. ഫുള്ള് നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. എന്നാൽ അധികം നേരം വൈകുന്നില്ല. എന്നെയും കാണിക്കേണ്ടി വരും മിക്കവാറും. എനിക്ക് ഇങ്ങനെയൊന്നും ആക്കി സംസാരിക്കാനാകുന്നില്ല, ഉറക്കത്തിൻ്റെ നല്ല ഉണ്ട് ഗൈസ്. എന്ത് കഷ്ടപ്പാട്. ചായ വെക്കട്ടെ ഗൈസ്. ചായ കുടിച്ചിട്ട് ഞാൻ അതുവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ കാണിച്ചു തരാം. എന്ത് ചെയ്തു? എന്താ എന്താ ഡോക്ടറെയൊക്കെ കാണിച്ച് ഗൈസ്. അപ്പം നമുക്ക് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അഡ്മിറ്റ് ആക്കി ഓൾറെഡി. അതൊന്നും എടുക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം യാതുമോൻ കഫക്കെട്ട് നല്ല പോലെ ഉണ്ട് ഗൈസ്. എക്സ്റേ എടുക്കാൻ പറഞ്ഞ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നല്ല കഫക്കെട്ടുണ്ട്. യാതുവിന് പിന്നെ പുതിയ ബാച്ചൊക്കെ കിട്ടിയിട്ട് കണ്ടോ യാതുവിന്. അത് ഇങ്ങനെ കടിച്ച് പറിക്കുന്ന ഗൈസ്. നമ്മൾ പോയി വല്ലാത്തൊരു കഷ്ടകാലമായിപ്പോയി ഗൈസ്. എനിക്കാണെങ്കിൽ ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ തലവേദനയും. കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കൈയല്ല, സഹാനി ഹോസ്പിറ്റലിലാണ് കേട്ടോ അഡ്മിറ്റ് ആയത്. അരുൺ ഡോക്ടറെയാണ് കാണിച്ചത്. അപ്പം മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പം തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുഞ്ഞാറ്റ കണ്ണൻ വരുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നെക്സ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി അറിയാം. നാക്കുളുക്കി ഗൈസ്. നാക്കുളുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും കിളി പോയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ തല ഭയങ്കര വേദനയാണ് ഗൈസ്. കുഞ്ഞാറ്റുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നു. അവൻ ആ കയ്യിലെ ക്യാൻഡില പിടിച്ച് പറിക്കാനും ഊരാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനൊരു നല്ലൊരു എന്താ പറയണ്ടേ, ഡേ ഇൻ മൈ ലൈഫ് അല്ല, നൈറ്റ് ടു നൈറ്റ് ഷിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എല്ലാം കൊളായി ഗൈസ്. അപ്പം എല്ലാം പതിയെ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.